Hi, good morning. Catalysis ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറ്റാലിസിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കറ്റാലിസിസ് രണ്ട് ടൈപ്പ് കറ്റാലിസിസ്, പിന്നെ അതിൻ്റെ കറ്റാലിറ്റിക് ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറീസിൽ ഒരു തിയറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് തിയറിയാണ് ഇനി നമുക്കിവിടെ പറയാനുള്ളത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്സോർപ്ഷൻ തിയറി ഫോർ ഹെട്രോജീനിയസ് കറ്റാലിസിസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി ഫോർ ഹോമോജീനിയസ് കറ്റാലിസിസ്. ഹോമോജീനിയസ് കറ്റാലിസിന്റെ ആക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി. According to this theory, the catalyst first form an intermediate compound with one of the reactant or with both of the reactant. The compound is formed with less energy consumption than needed for the actual reaction. The intermediate compound, being unstable, combines with other reactant to form the desired product and the catalyst is regenerated. അപ്പം നമ്മളെ കാറ്റലിസ്റ്റ് റിയാക്റ്റൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് അതിൽ ഒരു റിയാക്റ്റൻറ്റുമായിട്ടോ അല്ലെങ്കിൽ രണ്ട് റിയാക്റ്റൻറ്റുമായിട്ടോ നമുക്ക് എത്ര റിയാക്റ്റൻസ് ആണുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. ഇപ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്ന രണ്ട് റിയാക്റ്റൻസ് ഉണ്ട്, സി എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ്. അപ്പോൾ എയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ എയും ബിയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാറ്റലിസ്റ്റിന് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ നടക്കാം, അല്ലെങ്കിൽ എയും ബിയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാറ്റലിസ്റ്റിന് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ നടക്കാം. എന്നിട്ട് ആ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് എന്താണ്, ഹൈ എനർജി ആണ്, ലെസ് സ്റ്റേബിൾ ആണ്, അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളെ പ്രൊഡക്റ്റ് ഫോം ചെയ്യും, കാറ്റലിസ്റ്റ് ഫ്രീ ആവും ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി വെച്ചിട്ട് അവർ ഹോമോജീനിയസ് കറ്റാലിസിസ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. നോക്കുക, ഫോർ എക്സാമ്പിൾ, റിയാക്ഷൻ ഓഫ് ടൈപ്പ് എ പ്ലസ് ബി ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് സി ഗിവ്സ് എ ബി. അപ്പം എ എന്ന് പറയുന്ന റിയാക്റ്റന്റ് സി എന്ന് പറയുന്ന കാറ്റലിസ്റ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് എ സി എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്തു. ഇനി എ സി എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ബി എന്ന് പറയുന്ന നെക്സ്റ്റ് കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്ത് എ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റും സി എന്ന് പറയുന്ന കാറ്റലിസ്റ്റും ഫോം ചെയ്തു, റീജനറേറ്റ് ചെയ്തു. ഇങ്ങനെ നടക്കാം. അതല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എ പ്ലസ് ബി പ്ലസ് സി, എയും ബിയും റിയാക്റ്റൻസ്, സി എന്ന് പറയുന്ന കാറ്റലിസ്റ്റ്, ഇത് കമ്പൈൻ ചെയ്തിട്ട് എ ബി സി എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എ ബി പ്ലസ് സി പ്രൊഡക്റ്റ് ഫോം ചെയ്തു, കാറ്റലിസ്റ്റ് ഫ്രീ ആയി. ഇങ്ങനെയും സംഭവിക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ രണ്ട് സാധ്യതകളാണുള്ളത്. രണ്ട് കേസുകളായിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിലിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ കേസിലുള്ള എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. കറ്റാലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് SO2 to SO3 in the lead chamber process probably takes place as. SO2 to SO3 ഓക്സിഡേഷൻ നടക്കാനുള്ള കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് NO ആണ്. അപ്പം എങ്ങനെ റിയാക്ഷൻ, SO2 plus O2 in presence of NO gives SO3, അങ്ങനല്ലേ റിയാക്ഷൻ വരിക. അപ്പം SO2ഉം O2 ആണ് ഇവിടെ എന്ത്, റിയാക്റ്റൻസ്. NO എന്ന് പറയുന്നതാണ് കാറ്റലിസ്റ്റ്. അപ്പൊ NO ആദ്യം ഒരു റിയാക്റ്റന്റുമായിട്ട് കമ്പൈൻ ചെയ്തു, O2 എന്ന് പറയുന്ന ഒരു റിയാക്റ്റന്റുമായിട്ട് കമ്പൈൻ ചെയ്ത് NO2 ഫോം ചെയ്തു. NO2 ആണ് ഇവിടെ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്. ഇനി ഈ ഫോം ചെയ്ത ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് നമ്മളെ സെക്കൻഡ് റിയാക്റ്റന്റ് ആയിട്ടുള്ള SO2 ആയിട്ട് കമ്പൈൻ ചെയ്ത് SO3 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടായി, NO എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ഫ്രീ ആവും ചെയ്തു. അങ്ങനെയാണ് നമ്മളെ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറിയുടെ ഒരു എക്സാമ്പിൾ ആണ് ഇത് തന്നിട്ടുള്ളത്. The fact that the relative intermediate compound have been detected in cases of homogeneous catalysis by techniques such as mass spectrometry provide the credibility to the intermediate compound formation theory. Intermediate compound formation theory എന്ന് പറയുന്ന തിയറി അങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ടിനെ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഇന്റർമീഡിയറ്റിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ചില കേസുകളിൽ. അങ്ങനെ ചില ഹോമോജീനിയസ് കറ്റാലിറ്റിക് സ്റ്റെപ്പുകളിൽ നമുക്ക് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ടിനെ മാസ് സ്പെക്ട്രോമെട്രി പോലെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ this theory provide a possible explanation for the following fact. ചില കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാൻ നമ്മളെ ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ തിയറിക്ക് കഴിയുന്നുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് catalyst remain unchanged in chemical composition
at the end of the reaction. നമ്മൾ റിയാക്ഷൻ കഴിയുമ്പോൾ നമുക്ക് കാറ്റലിസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കാറ്റലിസ്റ്റിന്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി വെച്ച് നമുക്ക് പോസിബിൾ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ റേറ്റ് ഓഫ് റിയാക്ഷൻ, ചില കേസുകളിൽ ചില റിയാക്ഷന്റെ കേസിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് is directly proportional to the concentration of the catalyst. അപ്പം ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി വെച്ച് അത് ശരിയാണ്. കാരണം കാറ്റലിസ്റ്റുമായിട്ടോ റിയാക്റ്റന്റ് കമ്പൈൻ ചെയ്തൊരു ഇന്റർമീഡിയറ്റ് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യണം. ആ ഫോം ചെയ്ത ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നിന്നാണ് പിന്നെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് കാറ്റലിസ്റ്റ് ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഓൾസോ ഇൻക്രീസസ് എന്ന് നമുക്ക് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി വെച്ച് അത് ശരിയാണ് എന്ന് പറയാൻ പറ്റും. പിന്നെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് സ്പെസിഫിസിറ്റി ഇൻ ദ ആക്ഷൻ ഓഫ് കാറ്റലിസ്റ്റ് ഈസ് ടു ബി എക്സ്പെക്റ്റഡ് ബിക്കോസ് the catalyst actually enters into chemical reaction and the occurrence of such reaction based on its chemical affinity for the reactant. അപ്പം സ്പെസിഫിക് ആണ് ആക്ഷനിൽ എന്ന് പറയുന്നത് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം കാറ്റലിസ്റ്റ് റിയാക്റ്റന്റുമായിട്ട് ആദ്യം കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റ് ഏതെങ്കിലും ഒരു റിയാക്റ്റന്റുമായിട്ട് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്യില്ല. ഓരോ കാറ്റലിസ്റ്റിനും സ്പെസിഫിക് ആയിട്ട് റിയാക്റ്റൻസ് വന്നാൽ മാത്രമേ അവിടെ എന്ത് ഫോം ചെയ്യുള്ളൂ, ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുള്ളൂ. ഇനി ഇന്റർമീഡിയറ്റ് ഫോം ചെയ്താൽ തന്നെ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന രീതിയിലുള്ള ഇന്റർമീഡിയറ്റ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അത് കാറ്റലിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കാറ്റലിസ്റ്റ് സ്പെസിഫിക് ഇൻ ഇറ്റ്സ് ആക്ഷൻ എന്നുള്ളതും നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എൻസൈം കറ്റാലിസിസ് ആണ്. എന്താണ് എൻസൈംസ്? എൻസൈം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റിനെയാണ് നമ്മൾ എൻസൈംസ് എന്ന് പറയുക. എൻസൈം എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. നമ്മളെ ബോഡിയിലുള്ള അല്ലെങ്കിൽ ആനിമൽസിൻ്റെയോ പ്ലാന്റ്സിൻ്റെയോ ഒക്കെ ബോഡിയിലുള്ള ഒരുപാട് റിയാക്ഷൻസ്, ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട ഒരുപാട് പ്രോസസ്സുകൾ എല്ലാം നടക്കുന്നത് catalyzed by enzymes ആണ്. Enzymes are thus termed as biochemical catalyst and the phenomenon is known as biochemical catalysis. Enzymes are complex nitrogenous organic compounds which are produced by living plants and animals. They are actually protein molecules of high molecular mass. അതാണ് enzymes are highly specialized class of protein ആണ്. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് ഏതാ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻസൈം യൂറിയേസ് കാറ്റലൈസസ് ദ ഹൈഡ്രോളിസിസ് ഓഫ് യൂറിയ. യൂറിയയുടെ ഹൈഡ്രോളിസിസിനെ സഹായിക്കുന്ന എൻസൈമാണ് യൂറിയേസ്. അതേപോലെ മാൾട്ടേസ് കാറ്റലൈസസ് ദ ഹൈഡ്രോളിസിസ് ഓഫ് മാൾട്ടോസ്. മാൾട്ടോസിനെ എന്താണ് ഹൈഡ്രോളൈസ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് മാൾട്ടേസ്. അങ്ങനെ ഒരുപാട് എൻസൈംസ് ഉണ്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട്. ഇനി നമ്മൾ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം പറയുകയാണെങ്കിൽ മോസ്റ്റ് ഹൈലി എഫിഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ 1 molecule of an enzyme may transform 1 million molecule of reactant per minute എന്ന് പറഞ്ഞാൽ അത്രയും മൈന്യൂട്ട് ക്വാണ്ടിറ്റിയെ ആവശ്യമുള്ളൂ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻസൈംസ്. പിന്നെ ഹൈലി സ്പെസിഫിക് നാച്ചർ, ഈച്ച് എൻസൈം ഈസ് സ്പെസിഫിക് ഫോർ എ ഗിവൺ റിയാക്ഷൻ. അപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, യൂറിയേസ് കാറ്റലൈസസ് ദ ഹൈഡ്രോളിസിസ് ഓഫ് യൂറിയ. അത് യൂറിയയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് എന്തെങ്കിലും ചെറിയ സ്ട്രക്ചർ ഡിഫറൻസിലുള്ള എന്തെങ്കിലും ചെറിയ ഡിഫറൻസിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ടർ യൂറിയ എന്ത് കൊടുത്താലും യൂറിയേസ് ആ യൂറിയനെ മാത്രമേ ഹൈഡ്രോളിസിസിന് സഹായിക്കുള്ളൂ. യൂറിയേസ് അതിൻ്റെ വേറൊരു കോമ്പൗണ്ടിനെയും യൂറിയനോട് രൂപസാദൃശ്യമോ ഒന്നുമുള്ള ഒരു കോമ്പൗണ്ടിൻ്റെയും ഹൈഡ്രോളിസിസിന് യൂറിയേസ് സഹായിക്കില്ല. അതാണ് ഹൈലി സ്പെസിഫിക് ഇൻ നാച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് ഹൈലി ആക്റ്റീവ് ആൻഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എൻസൈം കറ്റാലിസിസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എൻസൈം ആക്ടിവിറ്റി ഈസ് സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ ചേഞ്ചസ്. For each enzyme, there is a characteristic temperature at which it shows maximum catalytic activity. This is called optimum temperature. മാക്സിമം കറ്റാലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്ന ടെമ്പറേച്ചറിന് അതിനെയാണ് നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുക. ഒപ്റ്റിമം ടെമ്പറേച്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഡീനാച്ചുറേഷൻ ഓഫ് എൻസൈംസ് വിൽ ടേക്സ് പ്ലേസ്.
എന്ന് പറഞ്ഞാൽ നശിച്ചു പോകും നമ്മളെ എൻസൈം. സാധാരണയായിട്ട് ഒപ്റ്റിമം ടെമ്പറേച്ചർ ആനിമൽ എൻസൈമിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35 to 45 ഡിഗ്രി സെൽഷ്യസ്, while for plant enzymes they lie in the higher range of 40 to 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ പറയുന്നത് ഹൈലി ആക്റ്റീവ് അണ്ടർ ഒപ്റ്റിമം പി എച്ച്. പി എച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. എൻസൈം ആക്ടിവിറ്റി ഈസ് പി എച്ച് ഡിപ്പെൻഡൻറ്റ്. ഫോർ ഈച്ച് എൻസൈം ദർ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പി എച്ച് അറ്റ് വിച്ച് ഇറ്റ് ഷോ മാക്സിമം catalytic activity. This pH is called optimum pH. For most enzyme optimum pH is 7, but for gastric enzyme it is around 2. അതാണ് പിന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക് പറയുന്നത്. ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു? എഫിഷ്യൻസി പറഞ്ഞു, സ്പെസിഫിസിറ്റി പറഞ്ഞു, പിന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അൺആൾട്ടറബിലിറ്റി. എൻസൈംസ് ആർ നോട്ട് ബ്രോക്കൺ ഡൗൺ ഓർ ചേഞ്ച്ഡ് ഇൻ പ്രോസസ് ഓഫ് ദയർ കറ്റാലിറ്റിക് ഫങ്ഷൻ. പിന്നെ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ മെക്കാനിസം ഓഫ് എൻസൈം കറ്റാലിസിസ് ആണ് നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ മെക്കാനിസം കറ്റാലിറ്റിക് നമ്മളെ മെക്കാനിസം അതിൻ്റെ കൈനറ്റിക്സ് മെഷർ ചെയ്തിട്ടുള്ള അതിൻ്റെ റേറ്റ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷനാണ്. അപ്പം മെക്കാനിസം എൻസൈം കറ്റാലിസിസിൻ്റെ മെക്കാനിസം പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആളാണ് മൈക്കലീസ് ആൻഡ് മെൻഡൻ എന്ന് പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ മൈക്കലീസ് മെൻഡൻ തിയറി എന്നാണ് പറയുക. അക്കോർഡിംഗ് ടു മൈക്കലീസ് മെൻഡൻ തിയറി ദ മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. കാണുന്നുണ്ടോ? എൻസൈമും സബ്സ്ട്രേറ്റ് പറഞ്ഞാൽ നമ്മളെ റിയാക്റ്റൻ്റ്. എൻസൈമും സബ്സ്ട്രേറ്റും കമ്പൈൻ ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. എന്നിട്ട് ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൽ നിന്ന് പ്രൊഡക്റ്റ് ഫോം ചെയ്തു, എൻസൈം ഫ്രീ ആയി. ഇങ്ങനെയാണ് സ്റ്റെപ്പ് കിടക്കുന്നത്. അപ്പോൾ ബൈൻഡിങ് ഓഫ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ബൈൻഡിങ് ഓഫ് എൻസൈം ടു സബ്സ്ട്രേറ്റ് ടു ഫോം ആൻ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഡീകമ്പോസിഷൻ ഓഫ് ദ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ടു ഫോം പ്രൊഡക്റ്റ്. ഇങ്ങനെ 2 സ്റ്റെപ്പായിട്ടാണ് നമ്മളെ ഇത് പറയുന്നത്. അപ്പം മൈക്കലീസ് മെൻഡനിൽ എന്തൊക്കെയാണ്? എൻസൈമും സബ്സ്ട്രേറ്റും കമ്പൈൻ ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റെപ്പും കൂടെ പറയലുണ്ട് ചില സമയത്തൊക്കെ. അത് നിങ്ങളെ ബുക്കിലൊക്കെ ഉണ്ടാവുമെന്ന് നോക്കുക. എൻസൈമും സബ്സ്ട്രേറ്റും കമ്പൈൻ ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. എന്നിട്ട് ആ കോംപ്ലക്സിൽ പ്രൊഡക്റ്റ് ഫോർമേഷൻ നടന്ന് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാവും. അതിൽ നിന്ന് പ്രൊഡക്റ്റ് ഡീസോബ് ചെയ്യും, എൻസൈം ഫ്രീ ആവും. അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇടയിലും ചില സമയത്തൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടോയെന്ന് നോക്കുക. ഇനി എൻസൈം കൈനറ്റിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 2 സ്റ്റെപ്പായിട്ടാണ് നടക്കാന്ന് പറഞ്ഞല്ലോ. എൻസൈം ഫസ്റ്റ് കൈനറ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ് മൈക്കലീസ് മെൻഡൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പുകളാണിത്. അപ്പോൾ ഡെറിവേഷൻ നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ഇക്വേഷൻ മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് ഇ പ്ലസ് എസ് ഗിവ്സ് ഇക്വിലിബ്രിയാണ് ES എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അതിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് K1, റിവേഴ്സ് റിയാക്ഷൻ്റെ റേറ്റ് K-1. ഇനി ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഗിവ്സ് പ്രൊഡക്റ്റ് പ്ലസ് എൻസൈം. ഇതിൻ്റെ റിയാക്ഷൻ്റെ റേറ്റ് K2. അപ്പോൾ K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റിനെയാണ്. ഓരോ സ്റ്റെപ്പിലുള്ള റേറ്റ് കോൺസ്റ്റൻസിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനിയും ഇവിടെ റിയാക്ഷനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പ്രൊഡക്റ്റ് ഫോർമേഷൻ നടക്കുന്നത് എവിടെയാണ്? സെക്കൻഡ് സ്റ്റെപ്പിലാണ്. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് dP/dt ദാറ്റ് ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES ആണ്. ES എന്ന് പറഞ്ഞാൽ റിയാക്ഷനിലുള്ള എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസിഷൻ ഇൻ്റർമീഡിയറ്റ് ആണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടെത്താൻ നമ്മൾ എന്താണ് സാധാരണയായിട്ട് കൈനറ്റിക്സ് നിങ്ങൾ പഠിച്ചില്ലേ? ഇല്ലെങ്കിൽ പഠിക്കും. സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ ആണ് അപ്ലൈ ചെയ്യാറുള്ളത്. സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷനും ഇക്വിലിബ്രിയം അപ്രോക്സിമേഷനും 2 ടൈപ്പ് അപ്രോക്സിമേഷൻ ഉണ്ട്. അപ്പം മൈക്കലീസ് മെൻഡൻ ഇക്വേഷനിൽ ഡെറിവേഷനിൽ പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ യൂസ് ചെയ്തിട്ട് ഇൻ്റർമീഡിയറ്റിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ആ ഇൻ്റർമീഡിയറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ES ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് റേറ്റ് ഓഫ് എൻസൈം കൈനറ്റിക്സ് എത്ര റേറ്റ് എന്നുള്ളത് കിട്ടും. അപ്പം ആ
ഡെറിവേഷൻ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പം റേറ്റ് എന്ന് പറയുന്നത് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES ആണ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ E പ്ലസ് എസ് ഗിവ്സ് ES ഇന്റർമീഡിയറ്റ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എൻസൈം പ്ലസ് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. അതാണ് സ്ലോവസ്റ്റ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പം ഇങ്ങനെയാണ് റേറ്റ് വരിക. ഇനി ഇത് ഈ DES/dt ഇതാണ് നമ്മളെ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്യുന്ന മെത്തേഡൊക്കെയാണ്. ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, ഡെറിവേഷൻ വേണ്ട എന്ന് പറഞ്ഞതാണല്ലോ. ഇത് ചെയ്തിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ES കണ്ടെത്തുക. എന്നിട്ട് കോൺസെൻട്രേഷൻ ഓഫ് ES കണ്ടെത്തിയിട്ട് നമ്മൾ റേറ്റിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ റേറ്റ് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES. കോൺസെൻട്രേഷൻ ഓഫ് ES നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കോൺസെൻട്രേഷൻ ഓഫ് E0 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES ഡിവൈഡഡ് ബൈ Km പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് ES. അതിൽ E0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം, S എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, Km എന്ന് പറയുന്നത് മൈക്കലീസ് മെന്റൺ കോൺസ്റ്റന്റ് ആണ്. ഈ ഇക്വേഷനെയാണ് നമ്മൾ മൈക്കലീസ് മെന്റൺ ഇക്വേഷൻ എന്ന് പറയുക. Km എന്ന് പറയുന്നത് മൈക്കലീസ് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു K2 പ്ലസ് K-1 ഡിവൈഡഡ് ബൈ K1. K2 പ്ലസ് K-1 ഡിവൈഡഡ് ബൈ K1 ആണ് എന്ത് Km എന്ന് പറയുന്നത് മൈക്കലീസ് കോൺസ്റ്റന്റ്. ഇനി K2 എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ ES ഗിവ്സ് E പ്ലസ് പ്രൊഡക്റ്റ് എന്നുള്ള സ്റ്റെപ്പിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് ആണ് K2. E0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം ആണ്. അപ്പൊ K2 ഇൻറ്റു E0 എന്ന് ആലോചിച്ച് നോക്കിയേ. K2 ഇൻറ്റു E0 എന്ന് പറഞ്ഞാല് K2 ഇൻറ്റു E0 എന്തായിരിക്കും? അപ്പം സെക്കൻഡ് സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ മൈക്കലീസ് മെന്റൺ മെക്കാനിസം പറഞ്ഞപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഗീവ്സ് എൻസൈം പ്ലസ് പ്രൊഡക്റ്റ്, അതിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് ആണ് K2. അപ്പം ആ സ്റ്റെപ്പിൽ K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES ആണ് നമ്മളെ റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ESന്റെ സ്ഥാനത്ത് കോൺസെൻട്രേഷൻ ഓഫ് E0 കൊടുത്താൽ, E0 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമ്മളെ എത്ര കാറ്റലിസ്റ്റ് ഉണ്ടായിരുന്നോ അത് മുഴുവനും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയി മാറി എന്നർത്ഥം. കോൺസെൻട്രേഷൻ ഓഫ് ESന്റെ സ്ഥാനത്ത് കോൺസെൻട്രേഷൻ ഓഫ് E0 വരിക, ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്രത്തോളം എൻസൈം ഉണ്ടായിരുന്നോ അത് മുഴുവൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്ത് പ്രൊഡക്റ്റ് ഫോർമേഷൻ നടന്നു എന്ന് പറഞ്ഞാൽ അതായിരിക്കും മാക്സിമം റേറ്റ്. അതിനെ നമുക്ക് Vmax എന്ന് വിളിക്കാം. K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് E0 എന്നുള്ള ടേമിനെ നമുക്ക് Vmax, മാക്സിമം റേറ്റ്, അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ K2 ഇൻറ്റു E0 Vmax ആണ്. Vmax അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? റേറ്റ് ഇസ് ഈക്വൽ ടു Vmax ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES ഡിവൈഡഡ് ബൈ Km പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് ES എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മളെ മൈക്കലീസ് മെന്റൺ ഇക്വേഷൻ. ഇനിയിപ്പോൾ നമുക്കിതിൽ കുറച്ച് കേസുകളൊക്കെ അപ്ലൈ ചെയ്യാനാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഫോർ എ ഗിവൺ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് S0 റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു E0. റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു E0. അപ്പം നമ്മളെ ഇക്വേഷൻ എന്താണ്? റേറ്റ് ഈസ് ഈക്വൽ ടു Vmax into concentration of ES divided by concentration of ES plus Km ആണ്. ഇനി താഴെ ഡിനോമിനേറ്ററിൽ എന്തൊക്കെയാണ് കിടക്കുന്നത്? Km ഉം S ഉം ആണുള്ളത്. If Km is very much greater than S, Km എന്ന് പറയുന്ന ടേം വെരി മച്ച് ഗ്രേറ്റർ ദാൻ S ആണെങ്കിൽ എന്താവും നമ്മളെ ഇക്വേഷൻ? നമുക്ക് താഴെ കിടക്കുന്ന Km ഉം S ഉം ഉള്ളതിൽ Km വെരി മച്ച് ഗ്രേറ്റർ ദാൻ S ആകുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് S നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താവും? റേറ്റ് ഈസ് ഈക്വൽ ടു Vmax ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ES ഡിവൈഡഡ് ബൈ Km എന്ന് മാത്രം കിട്ടും. അപ്പോൾ K2 ബൈ Km വേറൊരു കോൺസ്റ്റന്റ്. അപ്പോൾ K ഇൻറ്റു E0 ഇൻറ്റു S0 അല്ലേ? അതാണ് അപ്പോൾ നമ്മളെ ഇക്വേഷൻ വരിക. അപ്പം നമുക്ക് റേറ്റ് ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു E0 ഇൻറ്റു S
ഡിവൈഡഡ് ബൈ കെ എം എന്നുള്ളതിനെ നമുക്ക് വി മാക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വി എസ് ബൈ കെ എം എന്നും പറയാം അല്ലെ. K2 ഇൻറ്റു E0 എന്നല്ലേ നമ്മൾ വി മാക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ വി മാക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വി എസ് ബൈ കെ എം എന്ന് കിട്ടും. പിന്നെ V0 exhibit a linear dependence on S, concentration of S. അപ്പം റേറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എസ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലെ. ബാക്കിയുള്ള ടേംസ് എല്ലാം കോൺസ്റ്റൻസ് അല്ലേ. വി മാക്സ് ഒരു കോൺസ്റ്റന്റ് ആണ്, കെ എം വേറൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പം റേറ്റ് ഓഫ് റിയാക്ഷൻ വെൻ concentration when Km is very much greater than concentration of S, rate of reaction is directly proportional to concentration of substrate എന്ന് നമുക്ക് പറഞ്ഞൂടെ. ഇനി at high concentration of S ഒന്ന് കൺസിഡർ ചെയ്തേ. concentration of S is very much greater than Km. Km term in the denominator of Michaelis-Menten equation become insignificant and the equation simplifies to rate is equal to Vmax അല്ലേ. അപ്പൊ താഴെ കിടക്കുന്ന കെ എം ടേമിനെ നമുക്ക് ഇൻസിഗ്നിഫിക്കൻ്റ് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ നമുക്ക് റേറ്റ് ഇസ് ഈക്വൽ ടു വി മാക്സ് എന്ന് കിട്ടും. മാക്സിമം റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഇസ് ഈക്വൽ ടു വി മാക്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് അർത്ഥം. അപ്പൊ നമ്മൾ ഒരു പ്ലോട്ട് നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് വേഴ്സസ് റേറ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം റേറ്റ് അതാണ് ഇപ്പം ഈ പ്ലോട്ടിന്റെ ഏറ്റവും മുകളിൽ കണ്ടോ, ആ പ്ലാറ്റ്യൂലാണ് റേറ്റ് ഈസ് ഈക്വൽ ടു വി മാക്സ് എന്നുള്ളടത്ത് വരിക. അവിടെ എന്താണ്, അവിടെ റിയാക്ഷൻ 0 ഓർഡർ ആണ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എസിനെ കോൺസെൻട്രേഷൻ ഓഫ് ഇനെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല റേറ്റ്. എന്ത് കോൺസെൻട്രേഷനെ ടേമിനെ അഫക്റ്റ് ചെയ്യുന്നില്ല റേറ്റ് ഓഫ് എൻസൈം കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ 0 ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പം നമ്മൾ ഇടയിൽ ഒരു കെ എം ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ കോൺസെൻട്രേഷൻ ഓഫ് എസ് ആകുമ്പോൾ എന്താണ്, റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ ഓഫ് എസ് ആണ് അവിടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എൻസൈം കൈനറ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. കാറ്റലിസിസ് ഇപ്പം നിങ്ങൾക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ഇപ്പം ഈ സെമ്മിൽ ഇത്രേ പഠിക്കാനുള്ളൂ. ഇനി ഇതിന്റെ ഫർദർ നമുക്ക് PG യിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.